മുസ്ലിം സമുദായത്തിലെ മതാഭിമുഖ്യമില്ലാത്ത നിരീശ്വരവാദികൾ എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെക്കാൾ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരല്ലേ ജാറത്തോടും ദർഗയോടും മക്ബറയോടും മുസ്ലിം സമുദായത്തിലെ പുരോഗമനവാദികൾ? എങ്ങനെയാണ് മുജാഹിദുകാരനായിട്ടുള്ള ഒരാൾക്ക് വഖഫ് ബോർഡിൽ നിയമനം കൊടുക്കുക? എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരനായിട്ടുള്ള ഒരാൾക്ക് വഖഫ് ബോർഡിൽ നിയമനം കൊടുക്കുക? അവര് ജാറത്തെ അംഗീകരിക്കുന്നവരാണോ? അവര് മക്ബറയിൽ നടക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നവരാണോ? അവര് ദർഗകൾ അവിടെ പോയി പ്രാർത്ഥന നടത്തുന്നതിനോട് യോജിക്കുന്നവരാണോ? ഇന്ന് വരെ ഒരു മുജാഹിദുകാരനോ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ ഒരു രൂപ ഏതെങ്കിലും ഒരു ദർഗയിൽ കൊടുത്തിട്ടുണ്ടോ? ഒരു മഖാമിൽ കൊടുത്തിട്ടുണ്ടോ? ഒരു ജാറത്തിന് ഇട്ടിട്ടുണ്ടോ? ആ പൈസയാണ് വഖഫ് ബോർഡിന്റെ വരുമാനത്തിലെ വലിയ ഒരു ശതമാനം. പ്രിയമുള്ളവരെ, അവസാനമായി മുൻ മന്ത്രി KT ജലീലിനും കാര്യങ്ങളിലൊക്കെ നല്ല വകതിരിവും തിരിച്ചറിവും വന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. KT ജലീലിനെ കുറിച്ച് മുമ്പ് തന്നെ സുന്നികൾക്ക് എതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആരോപണം അവൻ സലഫിയാണ്, ആ സലഫികളെ താങ്ങിയിട്ടാണ് യഥാർത്ഥ സുന്നികൾ പിന്തുണക്കുന്നത്, അതൊക്കെ മഹാപാതകമാണ് എന്നൊക്കെയായിരുന്നു അവർ ആരോപിച്ചിരുന്നത്. അവർ മടിയിലിട്ട് വളർത്തുന്നതും വളർത്തി വലുതാക്കിയതും അവർ തന്നെ യഥാർത്ഥ സലഫിൻ്റെ പ്രതീകമായി പ്രതിരൂപമായി മാറിയിട്ടുണ്ട് എന്നത് വിസ്മരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അവർ പറയാറുള്ളത്. ഏതായാലും അവരെ കാര്യം ചർച്ചയില്ല. മറ്റുള്ളവർ എന്തൊക്കെ ആകുന്നു എന്നതിനെക്കുറിച്ചാണ് അവർ വേവലാതിപ്പെടാറുള്ളത്. കൈയില്ലാത്ത ഒരാൾ വിരലില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ നാണക്കേട് പ്രകടിപ്പിച്ചതുപോലെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇവർ വഹാബികളെ പാലൂട്ടി വളർത്തി അവർക്ക് എല്ലാം പ്രാപ്തമാക്കി കൊടുത്തു, എല്ലാം തീരെഴുതി കൊടുത്തു. അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊന്നും ഒരു പരാതിയുമില്ല. അതേസമയം സലഫി ആണോ അല്ലേ എന്ന് ഇവർ തന്നെ സംശയിച്ച് ആശങ്കയുണ്ടാക്കിയ ഒരു വ്യക്തി സലഫിയല്ല സുന്നിയാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇവിടെ പ്രകടമായിട്ടുള്ളത്. വഹാബികളുടെ പാപ്പരത്വവും ആദർശരാഹിത്യവും അവർ ഇടപെടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആ മേഖലയിലേക്ക് അവരെ തടഞ്ഞു വെക്കേണ്ട അനിവാര്യതയും വിശദീകരിച്ചതിൽ നിന്നും അദ്ദേഹത്തിനുള്ള പ്രാസ്ഥാനിക താല്പര്യം വ്യക്തമാകുന്നുണ്ട്. സുന്നി വിശ്വാസത്തിൻ്റെ ആളാണ് താൻ എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം, വ്യക്തമായൊരു പരാമർശം ഇപ്പോഴാണ് അദ്ദേഹത്തിൽ നിന്ന് പലർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. മുമ്പ് അദ്ദേഹം ദർഗകളിൽ സിയാറത്തിന് പോകാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എങ്കിലും ഇത്രമാത്രം വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരവസ്ഥ മുമ്പ് ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല. ഇതോടുകൂടെ സലഫി ആശയത്തിന് അദ്ദേഹം എതിരാണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞത് അടിസ്ഥാനത്തിലാണല്ലോ അയാളെ അളക്കേണ്ടതും മറ്റുമൊക്കെ. അയാളുടെ മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് പലപ്പോഴും നമുക്ക് പ്രതികരിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഏതായാലും അദ്ദേഹം ഒരു വസ്തുത തുറന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിനക്ക് മനസ്സിലാകാത്തതായിട്ടുമുണ്ട്, അത് ശേഷം പറയാം. ഇവിടെ അദ്ദേഹം പറയുന്നത് 5 കാശ് പോലും മക്ബറയിൽ കൊടുക്കാത്ത ആരെങ്കിലും കൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അതിനെ മുടക്കുന്ന സുന്നി വിരുദ്ധരായ സലഫി പ്രസ്ഥാനത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾ അവർക്ക് ആ മക്ബറകളുടെ അടിസ്ഥാനത്തിൽ നല്ല വരുമാനം പറ്റുന്ന വഖഫ് ബോർഡിൻ്റെ കമ്മിറ്റിയിൽ കയറി പറ്റാൻ എന്ത് അവകാശമാണുള്ളത്, അർഹതയാണുള്ളത്? കാരണം ഇതൊന്നും സംരക്ഷിക്കേണ്ട, ഇതൊന്നും പാടില്ല, അതൊക്കെ മറ്റ് മതക്കാരുടെ ആചാരമാണ് എന്ന് തള്ളിപ്പറയുന്ന അവർ ഇതിൻ്റെ പേരിൽ വരുന്ന വരുമാനം അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു കമ്മിറ്റിയുടെ തലപ്പത്തുണ്ടാകണം, അല്ലെങ്കിൽ അതിൽ അംഗങ്ങളാവണം, അതിൻ്റെ ജോലിക്കാരാവണം എന്നൊക്കെ പറയുന്നത് വിരോധാഭാസമല്ലേ എന്ന KT ജലീലിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. വഖഫ് ബോർഡിനെ ഇതുവരെയും ലീഗുകാരും വഹാബികളും അവരുടെ കുടുംബസ്വത്ത് പോലെ ആക്കി വെക്കുകയും അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നതാണ്. അതിലേക്ക് ആരൊക്കെ മെമ്പർമാരായി കടന്നു വരണം എന്ന് തീരുമാനിക്കുന്നത് ആ 2 കമ്പനികളായിരുന്നു. അതിലേക്ക്
ജോലിക്കാരായി ആരൊക്കെ പ്രൊമോട്ട് ചെയ്യണമെന്നത് മായിനാജിയും കൂട്ടരുമായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇങ്ങനെ വ്യക്തിയാധിഷ്ഠിതമായി ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കയ്യിൽ അമ്മാനമാടിയിരുന്ന ലീഗ് വഹാബി പ്രവൃത്തികൾ അത് തിരിച്ചറിഞ്ഞ സർക്കാരും ജനങ്ങളും ഈ കള്ളക്കളി അവസാനിപ്പിക്കണം, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം അതിൽ കയറുന്ന ആളുകൾ ഉണ്ടാവണം, ജോലിക്കാരും മറ്റുമൊക്കെ എന്ന് തീരുമാനിച്ചത് അടിസ്ഥാനത്തിൽ യോഗ്യതയിലൂടെ മാത്രം കടന്നു വരാൻ പറ്റുന്ന സംവിധാനമായ PSC വഴിക്ക് കടന്നു വരാനുള്ള നിയമനിർമ്മാണത്തിന് അവർ തുടക്കം കുറിച്ചു. അതിനെക്കുറിച്ച് ഔട്ട് ചെയ്തപ്പോൾ ആരും എതിർത്തില്ല എന്നാണ് KT ജലീൽ തുടർന്ന് പറയുന്നത്. പക്ഷേ അത് നിലവിൽ വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതുവരെയും നമ്മൾ അതിൻ്റെ പേരിൽ എത്തിയിരുന്ന കള്ളക്കളികൾ ഇനി നടക്കില്ല എന്ന് അവർക്ക് ബോധ്യം വന്നു. പല കള്ളക്കളികളും അതിൻ്റെ കീഴിൽ നടത്താൻ പറ്റും. മുത്തവല്ലി നിയമനത്തിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ നല്ല കോഴ വാങ്ങാൻ പറ്റും, അത് നഷ്ടപ്പെടാൻ പോവുകയാണ്. അതുപോലെ അതിലേക്കുള്ള ജോലി തസ്തികകളിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് ആരും അറിയാതെ കോഴ കൈപ്പറ്റിക്കൊണ്ട് അതിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാം. അതിനെല്ലാമുള്ള അവസരമായി ഇതുവരെയും തുറന്നിട്ട ആ വാതിൽ കൊട്ടിയടക്കുന്ന തീരുമാനമാണ് PSCക്ക് വിടുക എന്നുള്ളത് എന്ന ആന്തരാർത്ഥം ഉൾക്കൊണ്ടാണ് അവർ ഹാലിളകി ആക്രമണപരമായ സമരമുറകൾക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഈ സംവിധാനം അറ്റുപോയാൽ നമ്മുടെ കുലം മുടിഞ്ഞു പോകും, നമ്മുടെ സാമ്പത്തിക സ്രോതസ് വറ്റിപ്പോകും എന്നൊക്കെയുള്ള ആശങ്കയാലാണ് ഇതിനെതിരെ യാതൊരു ധാർമ്മികതയും ഉന്നയിക്കാതെയാണ് പടപ്പുറപ്പാട് നടത്തിയിട്ടുള്ളത്. PSCക്ക് വിടൽ വലിയ പ്രശ്നമാണ് എന്ന വാദത്തിലാണ്. അതിനവർക്ക് വക്ക് പൊട്ടിയ ചില സുന്നികളെയും അതിന് കൂട്ടായി കിട്ടിയിട്ടുണ്ട്. അവർക്ക് വലിയ ആശങ്കയാണ്. അവരുടെ ഏറ്റവും വലിയ ആശങ്ക ജലീൽ തന്നെ പറയുന്നുണ്ട്. ഇതിൽ മുസ്ലിങ്ങളെ നിശ്ചയിക്കണമെന്ന് പറയുമ്പോൾ നിരീശ്വരവാദികളായിട്ടുള്ള മുസ്ലിം പേരിലുള്ളവരും കടന്നു വരില്ലേ, അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതി അവതാളത്തിലാവില്ലേ എന്നുള്ള ഒരു കൃത്രിമ സംശയം ഉണ്ടാക്കി ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുകയാണ് അവർ. എന്നാൽ അതിന് നല്ല മറുപടി KT ജലീൽ ശേഷം പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ ഈ പറയപ്പെട്ട ആളുകൾ വരുന്നതിന് ചോദ്യം ചെയ്യുന്ന, അതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ലീഗുകാരോടും വക്ക് പൊട്ടിയ സുന്നികളോടും ചോദിക്കാനുള്ളത്, ഒരാൾ മുസ്ലിമായി ആ വഖഫ് ബോർഡിൻ്റെ ഏതെങ്കിലും തസ്തികകളിൽ ജോലിക്ക് കയറിയതിന് ശേഷം അയാൾ ഇസ്ലാമിൽ തന്നെ പിടിച്ചു നിൽക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ആ അവകാശവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ. നിരീശ്വരവാദിയാണ്, പക്ഷെ പേര് മുസ്ലിമാണ്. അങ്ങനെ ഉള്ള ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ പേരിൻ്റെയും അദ്ദേഹം ജനിച്ച പാരമ്പര്യത്തിൻ്റെയും പേരിൽ അതിൽ കയറി പറ്റാമെങ്കിൽ, അതിലൊരാൾ കയറി പറ്റിയതിൻ്റെ പിറ്റേ ദിവസം ഒരാൾ ജബ്ബാറോ ജാമിദയോ ആയാൽ അത് ചോദ്യം ചെയ്യാൻ വല്ല വകുപ്പും ഇവിടെ ഉണ്ടോ? അപ്പോൾ ഓരോ സങ്കല്പത്തിൻ്റെ പേരിലുള്ള ആശങ്കയ്ക്ക് പുറമെ അടിസ്ഥാന ആശങ്കകളാണ് നിങ്ങൾ പുലർത്തേണ്ടത്. അതിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടാണ് KT ജലീൽ തുടർന്ന് വിവരിക്കുന്നത്.
PSC ഇന്റർവ്യൂ വഴി ജോലിക്കാരെ കണ്ടെത്തുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ള രീതി. ബോർഡിൽ ഇങ്ങനെ ഒരു അരങ്ങേറ്റം അവരാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. അതിനാൽ തന്നെ അതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞപ്പോൾ മക്ബറകൾ തല്ലിത്തകർത്തി ശ്മശാന വിപ്ലവം നടത്തണമെന്ന മുദ്രാവാക്യവുമായി സമ്മേളനം നടത്തിയവരാണ് ഇവിടുത്തെ അസുന്നികൾ. അത്തരം ആളുകൾ ഈ മക്ബറയുടെ റിസീവർ സ്ഥാനത്ത് വന്നാലും അതിൻ്റെ ഭരണാധികാരികളായി വന്നാലും അപകടമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം ശരിയാണ്, കറക്റ്റാണ് ആ വാദം. എന്നിട്ട് ഇവരെ അതിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്യാൻ നമുക്കൊരു പാർട്ടി ഉണ്ടല്ലോ, ആ വഹാബികളെ വളർത്താനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിക്ക് എനർജി തെറ്റിദ്ധരിച്ച സുന്നികളിൽ നിന്ന് നേടിക്കൊടുക്കുകയും ആ എനർജി ആ സുന്നികളുടെ ശക്തിയെ തകർക്കാൻ വേണ്ടി ലീഗ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ എത്രമാത്രം വഞ്ചനാപരമായ സമീപനമാണ് ലീഗ് ഇതിലൊക്കെ സുന്നികളോട് കാണിച്ചിട്ടുള്ളത്. ഇത് ഓർക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് വിലയിരുത്തുമ്പോൾ ലീഗ് വിരോധം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തട്ടിക്കളയുകയാണ്. അത് പറഞ്ഞാൽ പിന്നെ സ്വാഗതം ചെയ്യാൻ കുറേ വക്കുവെട്ടിയ സുന്നികൾ അവരെ കൂടെ ഉണ്ട് താനും. അവർക്ക് ചിന്താശേഷി എന്ന് വരുന്നോ അന്ന് മാത്രമേ ലീഗ് നന്നാവുകയുള്ളൂ. അല്ലാത്ത കാലത്തോളം അവരെ ഇങ്ങനെ മയക്കിക്കിടത്തിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ കടലമണികൾ അനുകൂലമായി കൊടുത്തുകൊണ്ടോ ആനുകൂല്യത്തിൻ്റെ പേരിൽ അവരെ തളച്ചിട്ട് വീണ്ടും ഈ വഞ്ചനാ സമീപനം ലീഗ് തുടരാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാവുകയും ഭരിക്കുന്നവർ ഉത്തരവാദിത്ത ബോധത്തോടെ ചിന്താശേഷിയുള്ളവരായി മാറുകയും ചെയ്തപ്പോൾ അവരുടെ ഈ ഉള്ളറകളിലെ കള്ളക്കളികളൊക്കെ കണ്ടറിഞ്ഞ് പ്രതികരിക്കാനുള്ള ശേഷിയിലേക്ക് ഭരണകൂടവും ജനങ്ങളും വന്നു എന്നതിൻ്റെ തെളിവാണ് ഇവരുടെ ഈ അങ്കലാപ്പും ഹാലിളക്കവും എന്ന് നാം മനസ്സിലാക്കണം. ജലീൽ അതിന് ശേഷം ചോദിക്കുന്നത് ഇത്തരം ആളുകൾ വഖഫ് ബോർഡിലേക്ക് കടന്നു വരുമെന്ന കാര്യം ഉറപ്പാണല്ലോ. കാരണം PSC വഴി പരീക്ഷ എഴുതുമ്പോൾ വഹാബിക്കും ആർക്കും കടന്നു വരാം. പക്ഷെ അങ്ങനത്തെവർ കടന്നു വരുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ മതമില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികൾ കടന്നു വരുന്നത്. അവരൊരിക്കലും തന്നെ ജാറം കട്ടുമുടിക്കുവാനോ ജാറം പൊളിക്കുവാനോ ശ്രമിക്കില്ല, അവരവരുടെ വഴിക്ക് പോവുകയുള്ളൂ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മുമ്പ് EK അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ ആര് മത്സരിച്ചാലും സുന്നി വിരുദ്ധനാണെങ്കിൽ ഒരു കാഫിറാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെങ്കിലും അവനെ ഞങ്ങൾ പിന്തുണക്കും, ഞങ്ങളെ സഹായിക്കുമെന്ന ഒരു കരാർ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ പാലിക്കപ്പെടാൻ പറ്റുന്ന അതൊന്ന് അരക്കെട്ടുറപ്പിക്കുന്ന നയമാണിത്. കാരണം നമ്മുടെ മക്ബറ പൊളിച്ചു കളയണമെന്ന് പറയുന്ന ആളുകൾ അതിൻ്റെ ഭരണാധികാരികളും അതിൻ്റെ ജോലിക്കാരും ആക്കണമെന്നാണല്ലോ ലീഗ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ എത്രയോ നന്ദി നാരായണനെയോ അല്ലെങ്കിൽ അപ്പുവിനെയോ അതിൻ്റെ ആളാക്കുന്നത് എന്നാണ് KT ജലീൽ പറയുന്നത്. അത് 100% ശരിയുമാണ്. PSCക്കെതിരെ സമരത്തിനിറങ്ങിയ ലീഗിനെയും അവരെ പിന്തുണക്കുന്നവരെയും സംബന്ധിച്ച് ഇവരുണ്ടാക്കുന്ന അനൈക്യ പ്രവണതകൾ ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമെന്ന് വിശദീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങളും കൂടെ ജലീൽ തുറന്നു പറയുന്നുണ്ട്. അതിലേക്ക് ശ്രദ്ധിക്കാം. മക്ബറയുടെയും സുന്നികളുടെ ആദർശ കാര്യങ്ങളെയും ആധികാരികമായി അവതരിപ്പിച്ച ജലീൽ ഇതുവരെയും അബദ്ധമായി ചരിത്രം പഠിച്ച് നടന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ജിഫ്രി തങ്ങളെ സമസ്തയുടെ പ്രസിഡന്റാണെന്ന് നിരുപാധികം വിശേഷിപ്പിക്കുന്നത്.
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രമൊന്ന് പഠിക്കാത്തതാണ് അദ്ദേഹത്തിനിക്ക് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ വരാനുള്ള കാരണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആദർശപരമായിട്ടും സംഘടനാപരമായിട്ടും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സംഘടന മാത്രമാണ്. ആദർശവും പാരമ്പര്യവും അതിൻ്റെ ആളുകളും അവരിലേക്ക് നോക്കിയിട്ടാണല്ലോ ആ സംഘടനയെ വിലയിരുത്തേണ്ടത്. അതടിസ്ഥാനത്തിൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരാദർശത്തിൻ്റെ മേൽ സ്ഥാപിച്ചതാണ് ഈ സംഘടന. ആ ആദർശം ഒരു അണവ് വിട്ടുവീഴ്ച ചെയ്യാതെ ഈ ഐക്യമാമാങ്കങ്ങളിലൊന്നും പങ്കെടുക്കാതെ സ്വന്തം വ്യക്തിത്വവും അസ്തിത്വവും നിലനിർത്തണമെന്ന ആ സന്ദേശം വാചാകർമ്മണ പ്രായോഗിക അർത്ഥതലങ്ങളിൽ ഭേദഗതിയില്ലാതെയും സന്ദർഭത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനിക്കാതെയും ഏമാന്മാരെ കാണുമ്പോൾ മുട്ടിവിറക്കാതെയും രാഷ്ട്രീയക്കാർ കണ്ണുരുട്ടുമ്പോൾ മാറ്റിപ്പറയാതെയും പഴയ നിലപാടും ആദർശവും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ് എന്ന് ഏത് മന്ദബുദ്ധികളോട് അന്വേഷിച്ചാലും അറിയാം. എതിരാളികളും ശത്രുക്കളുമെല്ലാം ശരിവെക്കുന്ന യാഥാർത്ഥ്യമാണത്. മറ്റേ സമസ്തയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാർ കണ്ണുരുട്ടുമ്പോഴേക്കും നയം മാറ്റുന്ന, തീരുമാനം മാറ്റുന്ന, യോഗം മാറ്റുന്ന ഒരു അടിമത്ത സമ്പ്രദായം നിലനിൽക്കുന്ന ദേവദാസി സമ്പ്രദായം അരങ്ങുവാഴുന്ന ഒരു പ്രസ്ഥാനമാണതെന്ന് കണ്ടെത്താൻ കണ്ണുള്ളവർക്കൊക്കെ കഴിയും. ചരിത്രപരമായും സംഭവപരമായും പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ മറുവിഭാഗവും തങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയിലെ ഭിന്നിപ്പിൻ്റെ സമയത്ത് അവരെ പക്ഷത്ത് ഭൂരിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കാണ് സമസ്ത എന്ന കൃത്രിമമായ അവകാശവാദമല്ലാതെ യാഥാർത്ഥ്യത്തോട് ഒരു നിലം പൊരുത്തപ്പെട്ടു പോകുന്ന അവകാശവാദമോ വസ്തുതയോ അല്ല അത്. സമസ്തയുടെ അബദ്ധസഞ്ചാരത്തിൽ മനം മടുത്ത് സമസ്തയിൽ നിന്നും ഇറങ്ങിപ്പോന്നവരാണ് ഈ പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. എന്നാൽ പഴയകാലത്തുള്ള ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്ന് പറഞ്ഞിരിക്കുന്നവർ അവർ ഏതെങ്കിലും തീരുമാനം എടുക്കുന്നത് തന്നെ ഭൂരിഭാഗത്തിൻ്റെ പിന്തുണയില്ലാതെയാണ്. എന്നതുപോലെയാണ് ഈ പുനഃസംഘടിപ്പിക്കപ്പെട്ട സമസ്തക്കെതിരെ അവരുടെ നീക്കവും ഉണ്ടായത്. ധാരാളം വർഷങ്ങൾ ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റും AP ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായ രജിസ്ട്രേഷൻ മാത്രമായിരുന്നു രജിസ്റ്റർ ഓഫീസിലും രജിസ്ട്രാറുടെ കൈവശവും ഉണ്ടായിരുന്നത്. അതിനുശേഷം മറ്റുള്ള വിഭാഗവും ഒരു ലിസ്റ്റ് കൊടുത്തത് കൊണ്ട് അത് രണ്ടിൻ്റെയും തീരുമാനം കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. അത്തരമൊരു ഉത്തരവ് വന്നാൽ മാത്രമേ ഈ സംഘടന ആരുടേത് യഥാർത്ഥത്തിൽ ഒറിജിനൽ എന്നെല്ലാം തീരുമാനിക്കപ്പെടുകയുള്ളൂ നമ്മുടെ നാട്ടിലെ നിയമത്തിൽ. ആദർശപരമായ വീക്ഷണത്തിൽ യഥാർത്ഥ സംഘടന ഏതാണെന്ന് സുന്നി വിരുദ്ധരായ വഹാബികളോട് ചോദിച്ചാലും മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച സമസ്തയുടെ ആ ആദർശമുള്ളത് AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സംഘടനക്കാണ് എന്ന് അവരുടെ പക്കാ നേതാക്കൾ പലരോടും തുറന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയും. കാരണം അവരാണ് അവരുടെ കടുത്ത എതിരാളികൾ. മറ്റുള്ളവർ എല്ലാ നിലക്കും സഹകരിക്കുന്നവരും സർവ്വ ഐക്യ മീറ്റിങ്ങുകളും ഒന്നിച്ചുകൂടുകയും സലാം ചൊല്ലുകയൊക്കെ ചെയ്യുന്ന വിഭാഗമാണ്. പക്ഷെ പ്രാർത്ഥിച്ചാൽ കൈ പൊക്കുകയില്ല എന്ന ഒരു വ്യത്യാസം മാത്രമേ പ്രത്യക്ഷത്തിൽ അവർ തമ്മിൽ കാണുന്നുള്ളൂ. അതിനൊക്കെ പുറമെ മുൻകാലഘട്ടത്തിൽ സമസ്തയ്ക്ക് വേണ്ടി അംഗീകരിക്കപ്പെട്ട പതാകയും അവർക്ക് കൈമോശം വന്നിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്തയാണ്. സമസ്തയിലുണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ ഭിന്നിപ്പിൻ്റെ ഘട്ടത്തിൽ ആ മുഷാവറകളിൽ ഒരുമിച്ച് കൂടിയിരുന്നവരിൽ നിന്നുള്ള മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ മറുഭാഗത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. 24 അംഗങ്ങൾ പങ്കെടുത്ത ഒരു മുഷാവറയിൽ നിന്നും 12 ആളുകൾ ഇറങ്ങിപ്പോന്ന് മറ്റ് 12 ആളുകളാണ് അവർ യഥാർത്ഥ സമസ്തയാണ് എന്ന് പറഞ്ഞ തീരുമാനമുണ്ടാക്കിയത്. ഒരിക്കലും കോറം തികയാത്ത ഭൂരിപക്ഷമില്ലാത്ത ഒരു സമിതിയാണ് അങ്ങനെയുള്ള തീരുമാനമെടുത്ത് മറ്റുള്ളവർ സമസ്തയിൽപ്പെട്ടവരല്ല, ഞങ്ങൾ സമസ്തക്കാരാണ് എന്നുള്ള ഒരു തീരുമാനമെടുത്തത്. ഭൂരിപക്ഷമില്ലാത്ത ഒരു സമിതി എടുത്ത ഈ തീരുമാനവും അവരുടെ നയകാഴ്ചപ്പാടുകളും അബദ്ധസഞ്ചാരമാണെന്ന് തിരിച്ചറിഞ്ഞ സമസ്ത മുഷാവറയെ തിരഞ്ഞെടുക്കുവാനും അവരെ മാറ്റുവാനും അവകാശവും അധികാരവും ഭരണഘടന നൽകിയിട്ടുള്ള അതിൻ്റെ പരമാധികാര ജനറൽ ബോഡി ചേർന്നുകൊണ്ടാണ് അന്ന് നിലവിലുണ്ടായിരുന്ന മുഷാവറ സമിതി സമസ്ത രൂപീകരിച്ചതിന് പറയപ്പെട്ട ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമായ നയങ്ങൾ തിരുത്തിയവരും മിനിറ്റ്സിൽ കള്ളത്തരങ്ങൾ എഴുതി വെച്ചവരുമാണ് എന്ന് ജനറൽ ബോഡിക്ക്
ബോധ്യപ്പെട്ടത് അടിസ്ഥാനത്തിൽ ആ നേതൃത്വത്തെ പുറന്തള്ളി പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്ത് ചാർജൊക്കെ അവർക്ക് നൽകി യഥാർത്ഥ സമസ്ത കേരള ജമിയത്തുൽ ഉലമയായി പുനഃസംഘടിപ്പിച്ചത്. ഇത് ഉൾക്കൊള്ളാൻ മറുഭാഗത്തിന് കഴിയാത്തത് എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ അവരങ്ങനത്തെ ഒരു ജനറൽ ബോഡിയിൽ നിന്ന് ഞങ്ങളാണ് അതിൻ്റെ യഥാർത്ഥ അവകാശികളെന്ന് തെളിയിക്കേണ്ടിയിരുന്നു. AP വിഭാഗം യഥാർത്ഥ അവകാശികളാണെന്ന് തെളിയിക്കാൻ വേണ്ടി 5000-ലേറെ ജനറൽ ബോഡി മെമ്പർമാരെ ഒരുമിച്ച് കൂട്ടിയ മാലോകരും പത്രലോകവും ഒക്കെ അറിഞ്ഞ വലിയ ഒരു പണ്ഡിത സമ്മേളനം 3 ദിവസം ചേർന്ന് അവസാനത്തെ ദിവസമാണ് ഈ നേതൃത്വത്തെ തിരൂരങ്ങാടിയിൽ വെച്ച് തെരഞ്ഞെടുത്തത് എന്ന വസ്തുത എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. സമസ്തയുടെ ഭരണഘടനയുടെ ആധികാരിക സ്വഭാവത്തോടെ ജനറൽ ബോഡിയുടെ നിയമനത്തോടുകൂടെയാണ് സമസ്തയുടെ പുനഃസംഘടന നടന്നത് എന്നതിനാൽ ഒരു സംഘടനയുടെ ജനറൽ ബോഡി അത് പുനഃസംഘടിപ്പിച്ചാൽ പിന്നെ ഞങ്ങൾ പഴയതാണ്, ഞങ്ങളാണ് അതിൻ്റെ യഥാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ മീഡിയകൾക്കോ ജലീലിനെ പോലെയുള്ള ആളുകൾക്കോ ചരിത്രപരമായ വായനയുടെ അഭാവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സമസ്ത എന്ന് പറയുന്നത് കേവലം 40 ആളുകളുള്ള മുഷാവറ മാത്രമല്ല. ആ മുഷാവറയും തെരഞ്ഞെടുക്കാനുള്ള പരമാധികാര ജനാധിപത്യ ജനറൽ ബോഡി സമസ്തക്കുണ്ടായിരുന്നു. ആ ജനറൽ ബോഡി ചേർന്നുകൊണ്ടാണ് പഴയ കമ്മിറ്റിയെ നീക്കുകയും പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തത്. അതോടുകൂടെ അടിസ്ഥാനപരമായി പുനഃസംഘടിപ്പിക്കപ്പെട്ട സമസ്തയാണ് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതും പുറത്ത് പറയാൻ പറ്റുന്നതുമുള്ളത്. അതേസമയം ഞങ്ങൾ പഴയ ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നു. ഇങ്ങനെ ഈ വിഷയം ഇപ്പോഴും കോടതിയിൽ കിടക്കുകയാണ്. ആരാണ് യഥാർത്ഥ സമസ്ത എന്ന് തീരുമാനിച്ചിട്ടില്ല. അതേസമയം സമസ്ത എന്നുള്ളത് എപ്പോഴും ഞാൻ സമസ്ത എന്ന് പറയുന്ന ഒരാൾക്ക് നിരുപാധികം സമസ്ത എന്ന അഡ്രസ്സ് നൽകി പരിചയപ്പെടുത്തി മറ്റുള്ളവരെ അവഗണിക്കുന്ന രീതി ഇങ്ങനെ വായിച്ചു വളരുന്ന പഠനം നടത്തുന്ന ആളുകൾക്ക് ചേർന്നതല്ല. ആ സമസ്തയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവർ ഒന്നുകിൽ ചേളാരി സമസ്ത എന്നോ EK സമസ്ത എന്നോ വിലയിരുത്തി പറയാനാണ് ശ്രമിക്കേണ്ടത്. EK സമസ്ത എന്ന് പറയരുതെന്ന് EK അബൂബക്കർ മുസ്ലിയാരുടെ കുടുംബം നേരത്തെ പ്രഖ്യാപിച്ച കാര്യം ഇവിടെ ഓർക്കേണ്ടതുമാണ്. സമസ്ത എന്ന സംഘടനയുടെ ചരിത്രപരമായ പശ്ചാത്തലവും അവസ്ഥയും ഇതുപോലെയാണ് എന്നത് നിലനിൽക്കെ അധികം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് എന്ന് ഒരാൾക്ക് ചാർത്തി കൊടുക്കുന്നത് KT ജലീലിന് ചരിത്രത്തിലുള്ള അല്ലെങ്കിൽ സുന്നി ചരിത്രത്തിലുള്ള സമസ്തയുടെ ചരിത്രത്തിലുള്ള അജ്ഞതയാണ്. ഇനി ഇത് പഠിച്ചതുപോലെ മക്ബറകൾ വഹാബികൾ കൈയടക്കുന്നതിലെ അനീതിയും അനൗചിത്യവും അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കി പ്രഖ്യാപിച്ചതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാർക്ക് ഭിന്നിപ്പുണ്ടായതും ആ ഭിന്നിപ്പിന് ശേഷം അതിൻ്റെ പരമാധികാര ജനറൽ ബോഡി ചേർന്ന് പുനഃസംഘടിപ്പിക്കുകയും ചെയ്ത ചരിത്ര പശ്ചാത്തലം ഒന്ന് പഠിച്ചിട്ട് അദ്ദേഹം വിലയിരുത്തണം. എന്നാൽ അദ്ദേഹത്തിനക്ക് നിരുപാധികം ഈ തങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ അതിൻ്റെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ആണ് എന്ന് പറയാൻ കഴിയില്ല. പറയാൻ കഴിയും ചേളാരി സമസ്തയുടെ പ്രസിഡന്റ് എന്ന്, അതുപോലെ AP സമസ്തയുടെ എന്നോ യഥാർത്ഥ സമസ്തയുടെ എന്നോ കാന്തപുരം വിഭാഗത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് പറയാം. അവരെ വേറൊരു വിഭാഗമായിട്ട് മുസ്ലിം ജമാഅത്ത് എന്ന പേര് സ്വന്തം നൽകിക്കൊണ്ട് പരിചയപ്പെടുത്തുകയും അവർക്ക് മുസ്ലിം ജമാഅത്ത് സുന്നിയോല സംഘം അങ്ങനെ പല പേരുകളുള്ള പല സംഘടനകളുണ്ട്. പക്ഷെ അതൊന്നുമല്ല അതിൻ്റെ അടിസ്ഥാനം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് അവരുടെ മൂല്യ ഘടകം. ആ ഘടകത്തിലേക്ക് ചേർത്തിയിട്ടാണല്ലോ ഓരോരുത്തരെയും ചെറിയ സ്ഥാനങ്ങളും വലിയ സ്ഥാനം ഉണ്ടെങ്കിൽ ചെറിയ സ്ഥാനമല്ലല്ലോ പറയൽ. അപ്പം അതും കൂടി പഠിക്കണം KT ജലീൽ, എന്നിട്ട് ഉയർന്ന് ചിന്തിക്കണം, ഇതുപോലെ പ്രഖ്യാപിക്കണം എന്നാണ് അദ്ദേഹത്തോടും ചില മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ്. സമസ്ത എന്നുള്ളത് ഇവരുടേതാണ് എന്ന് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. കോടതിയിൽ ഈ സംഘടനയുടെ തീർപ്പ് കോടതിയുടെ മുമ്പാകെ ഇരിക്കെ ഒരു വിഭാഗത്തെ മാത്രം അതിൻ്റെ ആളുകളാക്കി പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം വ്യക്തികളും പത്രമാധ്യമങ്ങളും മീഡിയകളും ആ ഏകപക്ഷീയമായ പരിശുദ്ധവൽക്കരണം അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. കോടതിയുടെ വിധി വന്നതിന് ശേഷം മാത്രം അദ്ദേഹത്തിനോ മറ്റാർക്കോ നിരുപാധിക സമസ്ത തീരെഴുതി കൊടുത്താൽ മതിയെന്ന് ജലീലിനെയും മാധ്യമങ്ങളെയും ഉണർത്തുകയാണ്. സുന്നി എന്ത് വഹാബി എന്ത് എന്നതിനെക്കുറിച്ച് ആധികാരികമായി വിശകലനം ചെയ്ത് തന്നെ ജലീൽ പഠനം നടത്തി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ വഹാബി പ്രസ്ഥാനം യഥാർത്ഥ ഇസ്ലാമിക ആശയത്തിനെതിരെ നീങ്ങുന്നവരാണ്, മുസ്ലിങ്ങളുടെ പൊതുധാരയിൽ നിന്ന് ഭിന്നമാണ്, അതുകൊണ്ട് അവരെ ഈ പൊതു കമ്മിറ്റികളിലൊന്നും ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് സൂക്ഷ്മത എന്ന
ഒരു നിഗമനത്തിലേക്ക് എത്തിപ്പെടാൻ മാത്രമുള്ള ഒരു അറിവ് അതിനെക്കുറിച്ച് അദ്ദേഹം നേടിയിട്ടുണ്ട്. അത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് പിടിപാടില്ലാത്ത സമസ്തയുടെ ചരിത്രം ഇതുപോലെ സമയമെടുത്ത് നല്ല പഠനം നടത്തി അതിൻ്റെ സത്യസന്ധത ഉറപ്പുവരുത്തി പ്രഖ്യാപിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ലീഗിനും മറ്റ് ഏതെങ്കിലും കടലാസ് സംഘടനകൾക്കും ഒപ്പം എടുത്ത തീരുമാനം പറയേണ്ടത് പള്ളിയിലല്ലെന്നും പള്ളിയെ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തി കലാപകലുഷിതമാക്കുന്നത് നീതീകരിക്കാൻ കഴിയില്ലെന്നുമെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടരുന്നത്. വഖഫ് ബോർഡിൽ PSC വഴി നിരീശ്വരവാദികൾ കയറുമോ എന്ന് ആശങ്കപ്പെടുന്നവർക്ക് നല്ല തിരിച്ചടി നൽകുന്ന സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വഖഫ് ബോർഡിൻ്റെ വരുമാന മാർഗങ്ങളിലൊന്ന് മക്ബറ വരുമാനമാണ് എന്നതിനാൽ ആ മക്ബറകളെല്ലാം തകർത്ത് തരിപ്പണമാക്കണമെന്ന് വാശിയുള്ള വിദഈ കക്ഷികളിൽപ്പെട്ട അംഗങ്ങളെ അതിലേക്ക് ജോലിക്ക് എടുക്കുന്നതിലേറെ നല്ലത് അതിലൊന്നും വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളെ എടുക്കുന്നത് തന്നെയാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഒരു താത്വികമായ വിശകലനമായിട്ട് തന്നെ ഇതും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ മക്ബറയൊക്കെ തകർക്കുമെങ്കിൽ ഇവർ തകർക്കാനൊന്നും കൂട്ടു നിൽക്കില്ല എന്ന് ആശ്വസിക്കാമല്ലോ എന്ന അതിനുള്ള ന്യായം